ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ജിയ ട്രാവൽ വ്ളോഗ്സ്. അപ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഫോർട്ട് കൊച്ചിയുടെ വാട്ടർ മെട്രോ സ്റ്റേഷനിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ഇന്ന് കൊച്ചിയുടെ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ വാട്ടർ മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ തന്നെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ട്. അവർ ബേസിക്കലി ടൂർ ഗൈഡ്സ് ആണ്. അപ്പോൾ അവർ 2.5 മണിക്കൂർ കൊണ്ട് ഫോർട്ട് കൊച്ചി കാണിച്ചു തരാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ 14 കിലോമീറ്റർ ടു ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലോട്ട് അവർ പോയി കാണിച്ചു തരുന്നുണ്ട്. ആൻഡ് ഈ 2-2.5 മണിക്കൂറിനകത്ത് ഈ 16 സ്ഥലങ്ങൾ കൊണ്ട് കാണിച്ചിട്ട് അവർ നമ്മളെ തിരിച്ച് ഈ വാട്ടർ മെട്രോ സ്റ്റേഷനിൽ തന്നെ കൊണ്ടാക്കും. ആൻഡ് ഈ ഒരു 2-2.5 മണിക്കൂറത്തേക്ക് ചാർജ് ആവുന്നത് 800 രൂപയാണ്. അപ്പോൾ ഞാനിപ്പോൾ കയറുന്നത് സുൽഫി എന്ന് പറഞ്ഞൊരു ചേട്ടൻ്റെ ഓട്ടോയിലാണ്. സുൽഫി ചേട്ടനാണ് നമുക്ക് ഇന്ന് കൊച്ചിയുടെ സ്ഥലങ്ങളൊക്കെ ഗൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ വന്നാൽ 1 ഡേ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നൊരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് പോകുന്നത് സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിലാണ്. സോ നമ്മളങ്ങനെ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ചർച്ചിൻ്റെ മുൻവശം വന്നിട്ട്. വാട്ടർ മെട്രോ സ്റ്റേഷനിൽ ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ഈ ചർച്ചിൽ എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും അകത്ത് കയറാം. അപ്പോൾ ഈ ഒരു ബോർഡിൽ അവർ ചർച്ചിൻ്റെ ഹോളി കമ്മ്യൂണിയൻ ടൈം ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടുള്ള ടൈമിങ്ങുകളാണ് ബോർഡിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് കയറാം. അപ്പോൾ ഈ ഒരു ചർച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ഓൾഡസ്റ്റ് യൂറോപ്യൻ ചർച്ചാണ്. ആൻഡ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് 1503 ഈ ചർച്ചിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പോർച്ചുഗീസ് എക്സ്പ്ലോററായ വാസ്കോ ഡി ഗാമ 1524 കൊച്ചി വെച്ചാണ് മരിക്കുന്നത്. ആൻഡ് അദ്ദേഹത്തെ ഈ ഒരു ചർച്ചിലാണ് അടക്കിയിരുന്നത്. അവിടെ നിന്ന് ഒരു 14 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ബോഡി ലിസ്ബണിലോട്ട് പിന്നെ റീലൊക്കേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചർച്ചിൽ അകത്ത് ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആകെ പുറത്തുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അകത്ത് ശരിക്കും നല്ല രസമുണ്ട് കാണാനായിട്ട്. പണ്ടത്തെ ആ ഒരു രീതിയിൽ ചർച്ച് ബിൽഡ് ചെയ്തിരിക്കുന്നതും വാസ്കോ ഡി ഗാമ നേരത്തെ അടക്കിയിരുന്ന ആ സ്ഥലമൊക്കെ നമുക്ക് അകത്ത് കാണാനായിട്ട് പറ്റും. ശരിക്കും നല്ലൊരു കാം ആൻഡ് പീസ്ഫുൾ എൻവയോൺമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. സോ നമ്മൾ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലം കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ കാണാൻ അടിപൊളിയായിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ കാണാം. മിക്കതും പോർച്ചുഗീസ് സ്റ്റൈലിൽ കെട്ടിയിരിക്കുന്ന ഒരു ഇൻഡോ പോർച്ചുഗീസ് സ്റ്റൈലിലായിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കാണാൻ നല്ല രസമുണ്ട്. നല്ല വൃത്തിയായിട്ടുള്ള സ്ട്രീറ്റ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്ന റോഡ് ഡച്ച് സെമിത്തേരി റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്ഥലം മനസ്സിലായി കാണുമല്ലോ. നമ്മൾ കാണാൻ പോകുന്നത് ഡച്ച് സെമിത്തേരിയാണ് അടുത്ത് നമ്മൾ കാണാനായിട്ട് പോകുന്ന സ്ഥലം. സോ ഇതാണ് ഡച്ച് സെമിത്തേരി. 1724 അതായത് ഡച്ച് ഭരണകാലത്ത് സ്ഥാപിക്കപ്പെട്ടതാണ് ഈ ഒരു സെമിത്തേരി. ആൻഡ് ഈ ഒരു സെമിത്തേരിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ കൊച്ചിയിലെ ഏറ്റവും പഴക്കം കൂടിയ ഒരു യൂറോപ്യൻ സെമിത്തേരി കൂടെയാണ്. ആൻഡ് ഏകദേശം 104 ശവകുടീരങ്ങളും ഇവിടെയുണ്ട്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ നമുക്കങ്ങനെ കയറാൻ പറ്റത്തില്ല. അതിന് പ്രത്യേകം പെർമിഷൻസ് ഒക്കെ വേണം. ഇതുപോലെ നമുക്ക് പുറത്ത് നിന്നേ കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സെമിത്തേരിയിൽ അന്നുണ്ടായിരുന്ന ഡച്ച് ആൻഡ് ബ്രിട്ടീഷ് ഒഫീഷ്യൽസിൻ്റെ ബോഡിയാണ് ഇവിടെ അടക്കിയിരിക്കുന്നത്. ആൻഡ് അവരുടെ വിശ്വാസപ്രകാരം ഇരുത്തിയും നിർത്തിയും കിടത്തിയുമാണ് ശവകുടീരങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരി, നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത് എത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിലാണ്. അപ്പോൾ ഈ വഴി കൂടെയാണ് നമ്മൾ ബീച്ചിൻ്റെ അകത്തോട്ടേക്ക് കയറുന്നത്. അപ്പോൾ വഴി വന്നിട്ട് ഇത്തിരി മോശമാണ്. ഒരു സൈഡിലൊക്കെ ഇങ്ങനെ ഇടിച്ച് പൊളിച്ച് കിടക്കുകയാണ്. അപ്പുറത്തെ സൈഡിൽ ഫുൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ മേ ബി ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ ഈ വഴി ശരിയാക്കുമായിരിക്കും. ആൻഡ് വേറെ വഴിയൊന്നും നമുക്ക് കാണിച്ചു തന്നുമില്ല, ഞാൻ നോക്കിയിട്ട് കണ്ടുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ബീച്ചിൻ്റെ അകത്തോട്ട് കയറാം.
സോ അങ്ങനെ ഫോർട്ട് കൊച്ചി ബീച്ചിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ നടക്കുകയാണ്. ശരിക്കും നല്ല രസമുണ്ട് ഈ ബീച്ച് കാണാനായിട്ട്. ഒരു സൈഡിൽ അവരിങ്ങനെ പാർക്ക് മോഡലിലാണ് ചെയ്തിരിക്കുന്നത്, മറു സൈഡിൽ നമുക്ക് ബീച്ചിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു മൺഡേ ആണ്. അപ്പോൾ നമ്മൾ പൊതുവേ ബീച്ചസൊക്കെ സൺഡേ അല്ലെങ്കിൽ നൈറ്റ് ടൈം ആ ഒരു സമയങ്ങളിലല്ലേ കുറച്ച് ബിസി ആവുന്നത്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്ന ഒരു 11 മണി ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ഒരു നൈറ്റ് ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും ശരിക്കും ബീച്ച് ടൈമൊക്കെ എൻജോയ് ചെയ്യാനുള്ള രീതിയിൽ തന്നെ അവർ ഈ ബീച്ചൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി മുന്നോട്ട് നടന്നു നോക്കാം ഇനി ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്റ്റോൾസൊക്കെ കാണാനായിട്ട് പറ്റും. ആൻഡ് ഒരുപാട് സ്റ്റോൾസ് അടച്ചിരിക്കുകയാണ്. ആകെ 1-2 ഐസ്ക്രീം ഷോപ്സ് മാത്രമേ തുറന്നിട്ടുള്ളൂ. അപ്പം നൈറ്റൊക്കെ ആകുമ്പോൾ ഇത് ഓപ്പൺ ആവും. ഈ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും ഇതെല്ലാം ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് കിടക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു വാക്ക് വേ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വാക്ക് വേ കൂടെ നമ്മൾ നടന്ന് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കടലിൻ്റെ വ്യൂ കുറച്ചുകൂടെ അടുത്ത് നിന്ന് കാണാനായിട്ടും പറ്റും. ഒരു സൂപ്പർ വ്യൂ തന്നെ നമുക്ക് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. പക്ഷെ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇവിടെ സേഫ്റ്റി മെഷേഴ്സിന് അവരൊന്നും തന്നെ ചെയ്തിട്ടില്ല. സൈഡിൽ അവർ റെയിലോ അങ്ങനെ ഒന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ ഒന്ന് പോവുകയാണെങ്കിൽ കുറച്ച് ശ്രദ്ധിച്ച് പോവുക. കുട്ടികളായിട്ട് പോവുകയാണെങ്കിൽ കുട്ടികൾ ഓടുന്നതൊക്കെ സൂക്ഷിച്ചായിരിക്കണം, കാരണം നേരെ കടലിലായിരിക്കും ചെന്ന് വീഴുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. അവിടെ ഫിഷിംഗ് ബോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മീൻ പിടിക്കാൻ പോകുന്നതാണോ അത് പോയിട്ട് തിരിച്ചു വരുന്നതാണോ എന്നറിയത്തില്ല. അപ്പോൾ ആ സൈഡിൽ വന്നിട്ട് ചൈനീസ് ഫിഷ് നെറ്റ്സ് ഒക്കെ നമുക്ക് കാണാം. ഇവിടുത്തെ ഹാർബറിൻ്റെ ഒരു സൈഡ് നമുക്ക് ആ ഒരു സൈഡിൽ നമുക്ക് കാണാം. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇനി ഇവിടെ എന്തൊക്കെയുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ ഇതുപോലെ നമുക്ക് ബെഞ്ചസ് ഇട്ടിരിക്കുന്ന കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വെയിലൊക്കെ താന്ന് ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ശരിക്കും ഇവിടെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ല രസമായിരിക്കും. ആൻഡ് ഇപ്പോൾ ഇവിടെ ഈ ഒരു വെയിൽ സമയത്ത് ഇവിടെ ഇരിക്കുന്ന അത്ര സുഖമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഒരു ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ബീച്ചൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ആ ടൈമിൽ ശരിക്കും ഈ ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ പണ്ട് എന്തോ യൂസ് ചെയ്തൊരു ഇൻസ്ട്രുമെൻറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പോയി നോക്കാം ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ ഇത് വന്നിട്ട് സ്റ്റീം ബോയിലർ, ക്രെയിനിലൊക്കെ യൂസ് ചെയ്തിരുന്ന സ്റ്റീം ബോയിലറാണ്. ഇത് 20 വർഷം വരെ കൊച്ചിൻ ഡ്രൈ ഡോക്കിൽ യൂസ് ചെയ്തിരുന്നു, 1956 മുതൽ. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വായിക്കണം താല്പര്യമുള്ളവർക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോകാം. ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്കും ചൈനീസ് ഫിഷിംഗ് നെറ്റാണ് ഞാൻ ദൂരെ നിന്ന് കണ്ടത്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയെല്ലാം ഇതേണൊക്കെ കുഞ്ഞു കുഞ്ഞു കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് രാത്രിയുള്ള സമയത്ത് ഇതൊക്കെ ഓപ്പൺ ആകത്തുള്ളൂ. അപ്പോൾ മോർണിംഗിൽ 2-3 ഐസ്ക്രീം സ്റ്റോൾസ് അങ്ങനെയൊക്കെ ഓപ്പൺ ആക്കിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ കണ്ട അതേ വാക്ക് വേ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ അങ്ങോട്ട് ഇറങ്ങി നോക്കാം. അവിടെ നിന്ന് എങ്ങനെയാണ് കടലിലെ വ്യൂവും കാര്യങ്ങളും നോക്കി കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് നടന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ചേട്ടന്മാർ അല്ലാതെ തന്നെ വലയിട്ട് മീൻ പിടിക്കുകയാണ്. ഇത് നമ്മുടെ ചൈനീസ് ഫിഷിംഗ് നെറ്റാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഫിഷിംഗ് നെറ്റ് കുറച്ചുകൂടെ അടുത്ത് നിന്ന് കാണാം. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് നടക്കാം.
അപ്പോൾ ഈ ഒരു സൈഡിൽ കൂടെ നടക്കാൻ നല്ല രസമുണ്ട്, നല്ല തണലും ഉണ്ട്. പിന്നെ അടുത്ത് നമുക്ക് ഫിഷിംഗ് നെറ്റാണ് കാണാൻ പോവേണ്ടത്. ആൻഡ് ഈ സൈഡിൽ 1-2 കടകളൊക്കെ തുറന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ബോയിലർ കണ്ട പോലത്തെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ അന്നത്തെ സമയത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ആങ്കറാണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി ഫിഷിംഗ് നെറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ ഒരു സംഭവത്തിൻ്റെ അകത്തൂടെ കയറി കഴിഞ്ഞാൽ ചൈനീസ് ഫിഷിംഗ് നെറ്റ് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ അടുത്തിരുന്ന ഒരു ചേട്ടൻ നമുക്ക് അകത്ത് പോയി അത് കാണിച്ചു തരാമെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും അകത്തോട്ട് കയറാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണാനായിട്ട് നല്ല രസമുണ്ട്. അവർ ടാർപ്പാളിയൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മീനൊക്കെ പിടിക്കുമ്പോൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള രീതിയിലൊക്കെ അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് ചൈനീസ് ഫിഷിംഗ് നെറ്റ്. അപ്പോൾ ശരിക്കും ഞാൻ വിചാരിച്ച പോലും ഇല്ല എനിക്ക് ഇത്ര അടുത്തുനിന്ന് അത് കാണാൻ പറ്റും എന്നുള്ള കാര്യം. അപ്പോൾ ശരിക്കും ഫിഷിംഗ് നെറ്റിൻ്റെ മെക്കാനിസം കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് കാണാനായിട്ട്. ബട്ട് ഇതിൻ്റെ ടൈമിംഗ് ഒക്കെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇത് ഓഫ് സീസണിലൂടെയാണ്. സോ പുള്ളിക്കാരന് നമുക്ക് വേണ്ടിയിട്ടായിട്ട് അത് റിലീസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, ആൻഡ് എനിക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നിയ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കായലിലാണെന്നുള്ളതാണ് എനിക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നിയത്. കാരണം ഇപ്പോൾ കടൽ കഴിഞ്ഞ് കായലിൻ്റെ സൈഡിലോട്ട് എത്തിയെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം അവിടെ നിന്ന് നടന്ന് വരുമ്പോൾ എൻ്റെ ഒരു കൺസെപ്ച്വൽ തിങ്കിങ് അനുസരിച്ച് ഇതും കടലാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ കുറേ ടൈം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. കാരണം ചേട്ടൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇവിടുത്തെ ആൾക്കാരെക്കുറിച്ചും കടലിനെക്കുറിച്ചും കൾച്ചറിനെക്കുറിച്ചും ഹാർബറിനെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചേട്ടൻ നമ്മളായിട്ട് ഷെയർ ചെയ്തു. അപ്പോൾ നല്ല രസമായിരുന്നു അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട്. പക്ഷെ നമുക്ക് കുറേ സ്ഥലങ്ങൾ ഇനിയും കാണാൻ ബാക്കിയുണ്ട്. അപ്പോൾ ചൈനീസ് ഫിഷിംഗ് നെറ്റൊക്കെ കണ്ടിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, സോ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് സാന്റക്രൂസ് കത്തീഡ്രൽ ബസിലിക്ക ചേർച്ചാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ചേർച്ച്. ശരിക്കും പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല രസമുണ്ട്. വലിയ ചർച്ച് കൂടെയാണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മൾ സാന്റക്രൂസ് കത്തീഡ്രൽ ബസിലിക്കയിൽ എത്തിയിരിക്കുകയാണ്. ശരിക്കും നല്ല രസമുണ്ട് ഈ ചർച്ച് പുറത്തുനിന്ന് കാണാനായിട്ടും. ഫ്രണ്ടിൽ ഇങ്ങനെ കൊടിമരമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ചിന് ഒരു വലിയ ഹിസ്റ്ററി തന്നെയുണ്ട്. ഈ ഒരു ചർച്ച് ശരിക്കും പോർച്ചുഗീസുകാരാണ് ആദ്യം ബിൽഡ് ചെയ്തത്. 1505 ഇതിൻ്റെ ആദ്യത്തെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നത്. എന്നിട്ട് ഈ ഒരു ചർച്ചിനെ പോപ്പ് പോൾ IV 1558 ഒരു കത്തീഡ്രലായിട്ട് ഉയർത്തിയെടുക്കുന്നത്. ഡച്ചുകാർ കൊച്ചിയിൽ വന്നപ്പോൾ എല്ലാ കൺസ്ട്രക്ഷനും നശിപ്പിച്ചെങ്കിലും ഈ ഒരു കത്തീഡ്രൽ അവരൊന്നും തന്നെ ചെയ്തില്ല. പക്ഷെ ബ്രിട്ടീഷുകാർ വന്ന് എല്ലാ കൺസ്ട്രക്ഷൻസും അവർ നശിപ്പിച്ചു. അതായത് 1795 ഈ ചർച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് ഡിമോളിഷ് ചെയ്തു. പിന്നെ 1887 ഒരു പുതിയ സ്ട്രക്ചർ അവർ കമ്മീഷൻ ചെയ്യുകയും 1905 പ്രതിഷ്ഠാ ചടങ്ങ് നടത്തി 1984 പോപ്പ് ജോൺ പോൾ II ഈ ചർച്ചിനെ ഒരു ബസിലിക്കയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ ഒരു ചർച്ചിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിട്ട് ഇൻഡോ യൂറോപ്യൻ ആൻഡ് ഗോത്തിക് ആർക്കിടെക്ചറാണ് ഈ ഒരു ചർച്ചിൻ്റെ കൺസ്ട്രക്ഷന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ 34ാം ബസിലിക്കയാണ് ഈ ഒരു ചർച്ച്. ആൻഡ് കേരളത്തിൽ തന്നെ 9ാമത്തെ ബസിലിക്കയാണ് ഈ ഒരു ചർച്ച്. ശരിക്കും ഇതിൻ്റെ അകത്ത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ശാന്തമായിട്ടും പീസ്ഫുള്ളായിട്ടും അവിടെ ഇരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. ശരിക്കും കുറച്ച് ടൈം സമാധാനത്തോടെ ഇതിൻ്റെ അകത്ത് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ തന്നെ പറ്റി. അപ്പോൾ ഇതാണ് ചർച്ചിൻ്റെ അടുത്തുള്ള ഒരു ചെറിയൊരു പ്രാർത്ഥനാലയം. അപ്പോൾ അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്.
സോ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ജെയിൻ ടെമ്പിൾ കാണാനായിട്ടാണ്. അപ്പോൾ ജെയിൻ ടെമ്പിൾ പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കൊച്ചിൻ തിരുമല ദേവസ്വം ടെമ്പിളും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഒരു ഉച്ച ടൈമൊക്കെ ആയതുകൊണ്ട് അമ്പലം ക്ലോസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്നേ ഉള്ളൂ, ഒന്ന് കണ്ടിരിക്കാം എന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു കുളമണ്ഡപവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുളത്തിൻ്റെ നടുക്കാണ് ആ ഒരു മണ്ഡപം വരുന്നത്. അപ്പോൾ ഉത്സവം വരുന്ന സമയം മാത്രം ബോട്ടിൽ കയറി ആ ഒരു മണ്ഡപം തുറന്ന് അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടത്തും എന്നാണ് നമുക്കറിയാനായിട്ട് സാധിച്ചത്. അല്ലാത്ത ദിവസമൊക്കെ ആ ഒരു കുളമണ്ഡപം ക്ലോസ്ഡ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ ശരി, നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് നേരം കണ്ടിട്ട് നമുക്കിനി ജെയിൻ ടെമ്പിൾ കാണാനായിട്ട് പോവാം. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊച്ചിൻ തിരുമല ദേവസ്വം ബോർഡ് ടെമ്പിൾ. അപ്പോൾ അമ്പലത്തിലൊന്നും കയറാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വശം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ എൻട്രൻസ് വന്നിട്ട്. അപ്പോൾ ശരി, നമുക്ക് ഇവിടെ നിന്ന് ഇനി ജെയിൻ ടെമ്പിളിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ ജെയിൻ ടെമ്പിൾ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ നമ്മൾ ജെയിൻ ടെമ്പിളിൽ കയറുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ലേഡീസ് മസ്റ്റായിട്ട് ഒരു ഷോൾ കയ്യിൽ കരുതണം. ഇനി കയ്യിൽ ഷോൾ ഇല്ലെങ്കിൽ ഇവിടെ ക്ലോക്ക് റൂമിൽ അവർ എക്സ്ട്രാ ഷോൾസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോർത്ത് ഇന്ത്യൻ അമ്പലങ്ങളിൽ പോവുകയാണെങ്കിൽ അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ലേഡീസ് തലയിൽ ഇങ്ങനെ ഷോള് ഇടണം എന്നുള്ള ഒരു കൾച്ചറുണ്ട്. സോ ഇവിടെയും ആ ഒരു റൂള് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണം. ആൻഡ് ജെൻസിന് അങ്ങനെ വലിയ റൂൾസ് ഒന്നുമില്ല. ഷൂസ് ധരിക്കുകയാണെങ്കിൽ ഷൂവും സോക്സും റിമൂവ് ചെയ്തിട്ട് മാത്രം നമുക്ക് അമ്പലത്തിൽ കയറാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ബാഗും കാര്യങ്ങളും എന്തെങ്കിലും കരുതുകയാണെങ്കിൽ അതും ആ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം അമ്പലത്തിലോട്ട് കയറാനായിട്ട്. അപ്പോൾ ഇവിടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ പ്രൊഹിബിറ്റഡ് ആണ്. ആകെ ആ ചുറ്റും കാണുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. അപ്പോൾ അകത്ത് കുറച്ച് അതായത് അവരുടെ പ്രതിഷ്ഠകളാണ്. അപ്പോൾ ആ ഒരു പ്രതിഷ്ഠകളെ വീഡിയോസ് എടുത്തിട്ട് അവരുടെ കൾച്ചറിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലാണ്. സോ നമുക്ക് അവരുടെ കൾച്ചറിനെ മാനിച്ചിട്ട് ഈ ഒരു ചുറ്റളവ് മാത്രം എടുക്കാം. അപ്പോൾ ശരി, ഈ ചുറ്റളവ് നിങ്ങൾ കാണും. അപ്പോഴത്തേക്കും ഓടിപ്പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് മട്ടാഞ്ചേരി പാലസ് അല്ലെങ്കിൽ ഡച്ച് പാലസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് മട്ടാഞ്ചേരിയിലെ പാലസ് റോഡിലാണ് ഈ ഒരു പാലസ് വരുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാരാണ് ഈ ഒരു പാലസ് പണി കഴിച്ചത്. കാരണം ആ പ്രദേശത്ത് അന്നുണ്ടായിരുന്ന ഒരു അമ്പലം നശിപ്പിച്ച് കൊള്ളയടിച്ച പേരിൽ കൊച്ചി രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഈ പാലസ് പണി കഴിച്ചത്. എന്നിട്ട് അന്നുണ്ടായിരുന്ന കൊച്ചി രാജാവ്, അതായത് വീരകേരളവർമ്മയ്ക്ക് പിന്നെ ഇത് കൊട്ടാരം ഗിഫ്റ്റായിട്ട് നൽകുകയാണ് അവർ ചെയ്തത്. പിന്നെ 1663 ഡച്ചുകാർ വന്ന് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു പാലസിന് ഡച്ച് പാലസ് എന്ന പേര് വന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു പാലസ് കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ സംരക്ഷിച്ചു പോകുന്ന പാലസുകളിലും ഒന്നാണ്. ആൻഡ് അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പഴയന്നൂർ ഭഗവതി ക്ഷേത്രവും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡോറുണ്ട്. അപ്പം ഈ ഒരു വഴി കൂടെ മേ ബി ക്ഷേത്രത്തിലോട്ട് പോകാനുള്ള എൻട്രൻസ് കാണും. അപ്പോൾ ഈ പടി കയറി മുകളിൽ പോയിട്ടാണ് നമ്മൾ പാലസിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ അവിടെയാണ് ടിക്കറ്റ് കൗണ്ടറും വരുന്നത്. ഫ്രണ്ടിൽ തന്നെ ടിക്കറ്റ് റേറ്റ്സും ടൈമിങ്ങുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം അറിയത്തില്ല. അപ്പോൾ ക്യാമറ അലൗഡ് ആണോ എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്ത് പോയി നോക്കാം. അപ്പോൾ ഈ ഒരു പാലസിൽ ക്യാമറ അലൗഡ് അല്ല. അതുകൊണ്ട് നമുക്ക് അധികം അകത്തൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് പഴയ കാലത്തെ ചിത്രപ്പണികളും പല്ലക്കുകളും പിന്നെ അന്നത്തെ ഭരണാധികാരികൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പാലസൊക്കെ കണ്ടതിന് ശേഷം അടുത്ത നമ്മൾ പോകുന്നത് ജ്യൂ സ്ട്രീറ്റിലാണ്. അപ്പോൾ ശരി, നമുക്ക് ജ്യൂ സ്ട്രീറ്റിലെ ആദ്യത്തെ സ്ഥലത്ത് പോവാം, പെർഫ്യൂം ഫാക്ടറി. അങ്ങനെ നമ്മൾ പെർഫ്യൂം ഫാക്ടറിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പെർഫ്യൂം ഫാക്ടറിയിൽ ആദ്യം നമ്മൾ കാണുന്നത് അവർ പെർഫ്യൂംസൊക്കെ സെല്ല് ചെയ്യാൻ വെച്ചിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഫാക്ടറി വരുന്നത്. അവിടുത്തെ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ നമുക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ഏറ്റവും വലിയ സങ്കല്പത്തിനാണ് 69 ഫീറ്റ് ഉണ്ട്. മോർ ദാൻ 1 month വരെ ഇത് ബേൺ ചെയ്ത് നിൽക്കും. വെയിറ്റ് 412 kg ആണ്.
ഇത് സാൻഡിൽ വെച്ചിട്ട് 24 റെസിൻ പൗഡർ വെച്ചിട്ട് മേക്ക് ചെയ്ത ഒരു ഇൻസെൻസ് സ്റ്റിക്ക് ആണ്. ഇതൊക്കെ റോ മെറ്റീരിയൽസ് ആണ്. നമ്മൾ എസെൻഷ്യൽ ഓയിലും ഇൻസെൻസ് സ്റ്റിക്കും മേക്ക് ചെയ്യുന്ന റോ മെറ്റീരിയൽസ്. ഇതെല്ലാം ട്രീസിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. റൂട്ടിൽ നിന്നും ഫ്ലവറിൽ നിന്നും ഒക്കെ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് വേൾഡിലെ ബിഗ്ഗസ്റ്റ് പെർഫ്യൂം ബോട്ടിൽ. 3600 ലിറ്റർ ഓഫ് പെർഫ്യൂമാണ് ആ ബോട്ടിലിൻ്റെ അകത്ത്. 10 അടിയാണ് ഇതിൻ്റെ ഉയരം വന്നിട്ട്. ആൻഡ് ജാസ്മിൻ്റെ പെർഫ്യൂമാണ് ഇതിൻ്റെ അകത്തുള്ളത്. നമ്മളിതിൻ്റെ താഴെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഷവർ പോലെ നമ്മുടെ തലയിൽ ഇങ്ങനെ പെർഫ്യൂം അവർ അടിച്ചു തരും. ആൻഡ് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി ഇനി പെർഫ്യൂമിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് അടുത്ത് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ആൻഡ് ഇത് വന്നിട്ട് ഇവോപ്പറേറ്റ് ചെയ്ത് പോവത്തുമില്ല, ആൻഡ് എക്സ്പയറി ഡേറ്റും ഇല്ല എന്നുള്ളതാണ് ഇവർ പ്രോമിസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം അടുത്ത് നമ്മൾ പോകുന്ന ഫ്രണ്ടിൽ ആ കടയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു കുഞ്ഞ് പെർഫ്യൂമും മേടിച്ചു, പിന്നെ ഒരു നല്ല മണമുള്ളൊരു സാമ്പ്രാണിത്തിരിയും മേടിച്ചു. അപ്പോൾ 1 മണിക്കൂറോളം ആ സാമ്പ്രാണിത്തിരി നിൽക്കും എന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് മേടിച്ചു. അപ്പോൾ ഇനി അടുത്ത് ഞാൻ പോകുന്നത് നമ്മുടെ ജൂ സ്ട്രീറ്റിലെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് ജൂ സ്ട്രീറ്റ്. അപ്പോൾ നമ്മൾ ജൂ സ്ട്രീറ്റ് നടക്കുന്ന വഴി മൊത്തം കടകളാണ്. അപ്പോൾ ഈ കടകളിൽ നമുക്ക് കൂടുതലായിട്ട് ആൻറ്റീക്ക് ആയിട്ടുള്ള സാധനങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ആൻറ്റീക്ക് സാധനങ്ങൾ മാത്രമല്ല, തുണികളുടെ കടയുണ്ട്. പക്ഷേ തുണികൾ ഇവിടെ ഇൻഡോ വെസ്റ്റേൺ സ്റ്റൈലിലുള്ള തുണികളാണ് നമുക്കിവിടെ കൂടുതൽ കാണാനായിട്ടും സാധിക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് സിനഗോഗിലാണ്. അപ്പോൾ ഈ ഒരു സിനഗോഗിൻ്റെ പേര് വന്നിട്ട് പരദേശി സിനഗോഗ് അല്ലെങ്കിൽ മട്ടാഞ്ചേരി സിനഗോഗ് എന്നാണ് ഈ ഒരു സിനഗോഗിൻ്റെ പേര് വരുന്നത്. ആൻഡ് സിനഗോഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടുള്ള ജൂയിഷ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒത്തുചേരാനായിട്ടുള്ള ഒരു സ്ഥലത്തിനെയാണ്, അവരുടെ മീറ്റിംഗ് പോയിന്റിനെയാണ് സിനഗോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനഗോഗ് ബിൽഡ് ചെയ്തിരിക്കുന്നത് 1568 സാമുവൽ കാസ്റ്റൽ, ഡേവിഡ് ബെലീല ആൻഡ് ജോസഫ് ലെവിയാണ് ഈ ഒരു പരദേശി ജൂയിഷ് കമ്മ്യൂണിറ്റി ഫ്ലറിഷ് ചെയ്യാനായിട്ട് ഈ ഒരു സിനഗോഗ് ഇവിടെ കൊണ്ടുവരുന്നത് തന്നെ. ഇനി അവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിനഗോഗിൻ്റെ അകത്ത് പോയിട്ട് കാണാം. അപ്പോൾ ഇതാണ് കൊച്ചിൻ പരദേശി സിനഗോഗിൻ്റെ എൻട്രൻസ് വന്നിട്ട്. അപ്പോൾ ഇവിടെ തന്നെ വിസിറ്റിംഗ് അവേഴ്സും പിന്നെ എന്താണ് ഹോളിഡേ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ്സ് വന്നിട്ട് 10 രൂപയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി എന്തായാലും അകത്ത് കയറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെയുള്ള ഓരോ വസ്തുക്കളും നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ളതാണ്. ആൻഡ് നമ്മൾ ഈ സിനഗോഗിൽ കയറുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഇങ്ങനെ ലൈറ്റ്സ് കൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് നമുക്ക് കൂടുതലായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. ആൻഡ് ഈ ലൈറ്റ്സ് ഒക്കെ ഇറ്റലി, ബെൽജിയം രാജ്യങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നത്. ചിലതൊക്കെ കാൻഡിൽസ് ഉപയോഗിച്ചാണ് ലൈറ്റ് ചെയ്യുന്നത്, ബാക്കിയൊക്കെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ് കത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് പ്രസംഗപീഠം. അപ്പോൾ ഇവിടെയാണ് റബ്ബി വന്ന് പ്രാർത്ഥിക്കുന്നത്. ആൻഡ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത് അവർ ഇസ്രായേലിൽ നിന്ന് ഓരോ വർഷം ഓരോ പുതിയ റബ്ബികളാണ് ഇവിടെ അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫ്രൈഡേയ്സ് ആൻഡ് സാറ്റർഡേയ്സ് ആണ് ഇവിടെ പ്രാർത്ഥന നടക്കുന്നത്. ഫ്രൈഡേ ഈ ഒരു പ്രാർത്ഥനാ പീഠത്തിൽ വെച്ചായിരിക്കും പ്രാർത്ഥിക്കുന്നതും. ആൻഡ് ശനിയാഴ്ച ആ ബാൽക്കണിയുടെ അവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. ആൻഡ് ആ ബാൽക്കണിയുടെ ബാക്കിൽ കാണുന്ന ആ ഒരു അഴികളുടെ ആ സൈഡിലാണ് ജൂത സ്ത്രീകൾ പ്രാർത്ഥന വന്ന് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന ഈ ഒരു കർട്ടൻ പോലെയുള്ള ആ സ്ഥലത്തിൻ്റെ പുറകിലാണ് ജൂതരുടെ മതപരമായ ബുക്സ് വെച്ചിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ടൈൽസൊക്കെ ഇതൊക്കെ കൈകൊണ്ടാണ് ഈ ടൈൽസ് ഇവർ വരച്ചിരിക്കുന്നത്. ആൻഡ് ഇത് വന്നിരിക്കുന്നത് ചൈനയിൽ നിന്നാണ്. നമുക്ക് കാണുമ്പോൾ എല്ലാം സെയിം ആയിട്ട് തോന്നും, പക്ഷേ അല്ല, 1001 ഡിഫറെൻറ്റ് ഡ്രോയിങ്സ് ഉള്ള ടൈലിലാണിത്. അപ്പോൾ ഈ സിനഗോഗിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ തന്നെ
ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതിൽ ഇതേ കണക്ക് ഫോട്ടോസാണ് ഉള്ളത്. ആൻഡ് അതിൽ അന്നത്തെ ജൂതരായ ആൾക്കാരുടെ ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്സിനെ കുറിച്ചാണ് ഈ ഫോട്ടോസ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരി, നമുക്ക് ഈ ഒരു മ്യൂസിയം ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ ഇതൊക്കെയാണ് കാണാനായിട്ടുള്ള കാഴ്ചകൾ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങുമ്പോഴത്തേക്കും തന്നെ ഇവിടെ എൻട്രൻസിൻ്റെ സൈഡിൽ ഇങ്ങനെ ബെഞ്ചസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല ഫോട്ടോ സ്പോട്ടാണ്, ശരിക്കും കാണാനും നല്ല രസമുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് സിനഗോഗിൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ എല്ലാം കണ്ടതിന് ശേഷം ഞാൻ വരുന്ന വഴിക്ക് പോലീസ് മ്യൂസിയം കണ്ടിരുന്നു. അപ്പം നമുക്കിനി അങ്ങോട്ടേക്ക് പോയി നോക്കാം ആ മ്യൂസിയത്തിൽ എന്തൊക്കെയാണുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോലീസ് മ്യൂസിയം കാണുന്നത് തന്നെ. സോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് പോലീസ് മ്യൂസിയത്തിൻ്റെ അകത്ത് എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. ഓക്കെ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഇതാണ് പോലീസ് മ്യൂസിയം. അപ്പോൾ നമ്മൾ മ്യൂസിയത്തിൽ കയറുമ്പോഴത്തേക്കും തന്നെ 2 പീരങ്കി കാണാനായിട്ട് നമുക്ക് സാധിക്കും. ആൻഡ് ഈ വഴി കൂടെയാണ് നമ്മൾ അകത്തോട്ട് കയറേണ്ടത്. ആൻഡ് നമുക്ക് ആദ്യം തന്നെ ഇവിടെ പോലീസിൻ്റെ യൂണിഫോം ഡെവലപ്പ് ആയതൊക്കെ നമുക്ക് അവരുടെ യൂണിഫോം ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മാനിക്വൻസ് വഴി അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് ആദ്യകാലം മുതലേ അവർ യൂസ് ചെയ്തിരുന്ന കാർ ആൻഡ് ബൈക്സിൻ്റെ ഫോട്ടോസാണ്, അത് ഡെവലപ്പ് ആയതിൻ്റെ ഫോട്ടോസും ആണ് ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോവേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്തും സെയിം തന്നെ പോലീസിൻ്റെ യൂണിഫോമിൻ്റെ ഡെവലപ്മെൻറ്റ് അതിനെയൊക്കെ കുറിച്ചുള്ള ഫോട്ടോസാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് കൂടെ അതിൻ്റെ സൈഡിൽ വെപ്പൺസും അന്ന് യൂസ് ചെയ്തിരുന്ന വെപ്പൺസും കാര്യങ്ങളുമൊക്കെ അവിടെ തന്നെയുണ്ട്. ആൻഡ് ഈ ഒരു സൈഡിൽ വന്നിട്ട് പോലീസിൻ്റെ റാങ്കിനനുസരിച്ചുള്ള ബാഡ്ജസും സ്റ്റാറും ഒക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ സൈഡിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ്സും പിന്നെ അതിൻ്റെ പാറ്റേൺസും കാര്യങ്ങളെയൊക്കെ കുറിച്ചുള്ള ചെറിയൊരു ഫോട്ടോ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫിംഗർ പ്രിൻറ്റ്സ് ബേസ് ചെയ്ത് തെളിയിച്ച കേസസിൻ്റെ പേപ്പർ കട്ടിങ്സും കാര്യങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ സൈഡിൽ തന്നെ വെപ്പൻസും കാര്യങ്ങളും ഒക്കെ പിന്നെ ഉണ്ട്. ആൻഡ് ശരിക്കും നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. കാരണം അന്ന് മുതൽ ഇന്ന് വരെ പോലീസിനുണ്ടായ ഡെവലപ്മെൻറ്റ്, അതിപ്പോൾ യൂണിഫോം ആയിക്കോട്ടെ, വെപ്പൻസിലായിക്കോട്ടെ, അവരുടെ വർക്കിലായിക്കോട്ടെ, എന്തായാലും ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ അറിയിക്കുന്നത്, പൊതുജനങ്ങളെ അറിയിക്കുന്നത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കയറി വന്നപ്പോൾ തന്നെ ഇവിടെ സൈഡിൽ വേറൊരു റൂമും കൂടെ കണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടൂടെ കയറി നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബോംബ് സൂട്ട്, ഗ്രൗണ്ട് സെർച്ച്, അങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. സൈഡിലും ഇതേ കണക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറേ ബോർഡ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ആൻഡ് ഇവിടെ 3 മാനിക്വൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാനിക്വൻസിന് അവർ ഗൺഷോട്ട് വൂൺസിനെ കുറിച്ചാണ് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഈ ഒരു വേ ഔട്ട് വഴി കൂടെയാണ് ഇറങ്ങുന്നത്. ആൻഡ് ഇവിടെയും സെയിം നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെയാണ് പോലീസിൻ്റെ യൂണിഫോമിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന പ്രതിമകളാണ്. ആൻഡ് അതിൻ്റെ സൈഡിൽ തന്നെ വെപ്പൺസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് ഇവിടെ ഫീമെയിൽ ലേഡി പോലീസ് ഓഫീസറിൻ്റെ യൂണിഫോമിലുണ്ടായ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ഈ 2 പ്രതിമകൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരി, നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പോലീസ് മ്യൂസിയത്തിൽ കാണാനായിട്ട് സാധിച്ചത്. ശരിക്കും നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് അവിടെ അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് പോലീസിൻ്റെ ഒരു പ്രതിമ കാണാനായിട്ടും പറ്റും. ശരിക്കും നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു മ്യൂസിയം ഒക്കെ കണ്ടു നിൽക്കാനായിട്ട്. അപ്പോൾ ശരി, നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഓട്ടോ കയറിയപ്പോൾ തന്നെ സുൽഫിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ബാസ്റ്റൺ ബംഗ്ലാവും ഇന്ത്യൻ നേവി മെരിടൈം മ്യൂസിയവും വന്നിട്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ 16 സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം അവരുടെ ഹോളിഡേയ്സ് ആണ്. സൺഡേ മിക്കപ്പോഴും അവർ ഓപ്പൺഡ് ആയിരിക്കും. പക്ഷേ ഈ വർക്കിംഗ് ഡേയ്സ് വരുമ്പോൾ അവർക്ക് സ്പെസിഫിക് ഡേ ഉണ്ട് ഹോളിഡേയ്സിന്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം വിസിറ്റ് ചെയ്യാനായിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പം ഞാനായിട്ട് ഇതിൽ വേണ്ട എന്ന് പറഞ്ഞത് സാരി ഷോപ്പിങ്ങിനും സ്പൈസ് മാർക്കറ്റിലുമാണ്. അതായത് പോവണ്ട എന്ന് ഞാൻ പറഞ്ഞ് ക്യാൻസൽ ചെയ്ത 2 സ്ഥലങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത് പോകാൻ പോകുന്നത് വാസ്കോ ഹൗസിലാണ്. അപ്പോൾ വാസ്കോ ഹൗസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ്കോ ഡി ഗാമ താമസിച്ചിരുന്ന ഒരു വീടാണ് വാസ്കോ ഹൗസ് വന്നിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വാസ്കോ ഹൗസ്. ആൻഡ് നമുക്ക് വാസ്കോ ഹൗസ് അകത്ത് കയറി ഒന്നും കാണാനായിട്ട് ഇപ്പോൾ സാധിക്കത്തില്ല, കാരണം അതൊരു ഹോം സ്റ്റേ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വാസ്കോ ഹൗസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടതായിട്ട് തോന്നുന്നുണ്ടോ? നമ്മുടെ ഒരു ഫേമസ് മലയാളം മൂവി ഈ ഒരു വാസ്കോ ഹൗസിൽ വെച്ചാൽ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് 1 ഡേ കൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ കാണാനായിട്ട് പറ്റുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് കൊച്ചിയിലെ ഹിസ്റ്റോറിക്കൽ മൂവ്മെൻറ്റ്സ് ഒക്കെ അറിയാനും കാണാനും സാധിച്ചു. ആൻഡ് കുറേ പുതിയ പുതിയ സ്ഥലങ്ങളും ഇവരുടെ കൾച്ചറും ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിച്ചു. കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. ആൻഡ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്ക് ഫോർട്ട് കൊച്ചിയിൽ. അപ്പോൾ നിങ്ങൾ ഫോർട്ട് കൊച്ചി ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗൈഡ്സിൻ്റെ ഓട്ടോ പിടിച്ച് വരുന്നതായിരിക്കും കുറച്ചുകൂടെ ഒരു ബെറ്റർ ഓപ്ഷൻ. നമുക്ക് 2.5 മണിക്കൂറിനോടത്തുള്ളിൽ തന്നെ സ്ഥലങ്ങളൊക്കെ കണ്ടുവരികയും ചെയ്യാം. ആൻഡ് നമ്മളിങ്ങനെ സ്ഥലങ്ങൾ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. അവർ തന്നെ എല്ലാ സ്ഥലത്തും കറക്റ്റായിട്ട് കൊണ്ടെത്തിക്കുകയും ചെയ്യും. ആൻഡ് സ്ഥലം എത്തുന്നതിന് മുന്നേ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ തന്നെ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. ബട്ട് വ്ളോഗേഴ്സ് ആണെങ്കിൽ നമുക്ക് ഈ 2.5 മണിക്കൂർ കൊണ്ട് വീഡിയോസ് ഒന്നും എടുത്ത് തീർക്കാനായിട്ട് പറ്റത്തില്ല. നമുക്ക് കുറച്ചുകൂടെ ടൈം വേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ അനുസരിച്ച് നിങ്ങൾ ഈ സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് അല്ലാതെ വരുന്നതായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഞാൻ പോകാത്തതായിട്ടുള്ള സ്ഥലങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ ഇനിയുണ്ട്. സോ ഈ വീഡിയോയിൽ ഉള്ളതും ഞാൻ പോകാത്ത സ്ഥലങ്ങളുടെ പേരും ആൻഡ് ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. സോ നമ്മൾ തിരിച്ചു പോകാനായിട്ട് ഫോർട്ട് കൊച്ചി വാട്ടർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. സോ വാട്ടർ മെട്രോൻ്റെ ബോർഡിങ്ങിനെ കുറിച്ചും അതിൻ്റെ റൂട്ട്സിനെ കുറിച്ചും അതിൻ്റെ ടൈമിങ്സിനെയൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഗോ ആൻഡ് ചെക്ക് ഔട്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സോ അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ ശരി, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.